I think the clapping for these little children is not enough. I want you to please one more time clap for these children. Come on, one more time, we clap for these children. Amen. Oh, so wonderful songs. God bless you, these children. God may use them for God's glory in days ahead. അനുഗ്രഹിക്കപ്പെട്ട പാട്ടാണ് കുഞ്ഞുങ്ങൾ പാടിയത്. ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം അവരെ അനുഗ്രഹിച്ച് വരും നാളുകളിൽ ശക്തമായി അവരെ തന്റെ കരങ്ങളിൽ ഉപയോഗിക്കും. And this evening also we believe that God will speak to us today. ഈ സന്ധ്യാസമയം ഞാൻ വിശ്വസിക്കുന്നു ദൈവം നമ്മളോട് സംസാരിക്കുമെന്ന്. Before a revival begins in a nation, it must begins in our personal life. ഒരു രാജ്യത്തിൽ ഒരു ഉണർവ് തുടങ്ങുന്നതിന് മുമ്പേ അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വേണം തുടങ്ങുവാൻ. If you want to see a revival in your church, it must begin in our hearts first. നമ്മുടെ സഭകളിൽ ഒരു ഉണർവ് നാം കാണുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലായിരിക്കണം ആദ്യമായി തുടങ്ങുന്നത്. It's not something that we think about something big is happening, but personally is happening in our personal life. എന്തോ വലിയത് പുറമേ സംഭവിക്കുന്നു എന്ന് നാം ചിന്തിക്കാതെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അകമേ എന്തോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. If a person reading the scripture maybe early in the morning, but every day he start reading hours together, that is also a beginning of a revival. നാം പതിവ് പോലെ രാവിലെ സമയങ്ങളിൽ വചനം വായിക്കുന്നത് നല്ലത്. എന്നാൽ മണിക്കൂറുകൾ ദൈവം വചനത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഉണർവിന്റെ അടയാളമാണ്. If we pray for 1 hour in a day, but if God leads you to pray more hours, that is also the beginning of revival. നാം പതിവ് പോലെ ദിവസം 1 മണിക്കൂർ പ്രാർത്ഥിക്കുമെങ്കിൽ എന്നാൽ ദൈവസാന്നിധ്യത്തിൽ മണിക്കൂറുകൾ സമയം ചെലവഴിക്കുന്നത് നാം കാണുമെങ്കിൽ അത് ഉണർവിന്റെ തുടക്കമായി നമുക്ക് കണക്കാക്കാം. In 1904 in Azusa Street in California, the revival starts with two men that because they started praying hours together many years before. 1904 അസൂസ സ്ട്രീറ്റ് റിവൈവൽ തുടങ്ങിയത് രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴാണ്. The same revival began in Wales too in that time. അതേ കാലഘട്ടത്തിലാണ് വെയിൽസിലും ഉണർവ് തുടങ്ങിയത്. In the same time in Mumbai in Pune, there is Pandit Ramabai Muthu Mission, there was also great revival. അതേ സമയത്ത് തന്നെ അതേ കാലഘട്ടത്തിൽ തന്നെ പൂനെ ഇന്ത്യയിൽ പണ്ഡിറ്റ് രമാബായിയുടെ ആശ്രമത്തിലാണ് ഉണർവ് തുടങ്ങിയത്. At the same time the revival began in Andhra Pradesh, one of the villages in the same time. അതേ സമയത്ത് തന്നെ ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലുള്ള ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്തിൽ ഒരു ഗ്രാമത്തിൽ ഒരു ഉണർവ് തുടങ്ങി. This all begins because somebody began to pay the price and kneel down before God. That's the beginning of the revival. ഉണർവിന്റെ എല്ലാം തുടക്കം നാം അന്വേഷിച്ചു നോക്കിയാൽ ഏതെങ്കിലും ഒരു വ്യക്തി ദൈവസാന്നിധ്യത്തിൽ മുട്ടുകളെ മടക്കി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ്. And I know this meeting is also one of the main focus of revival that comes from God. എനിക്കറിയാം ഈ മീറ്റിംഗിന്റെ മെയിൻ ഉദ്ദേശം ശ്രദ്ധ നാം വെക്കുന്നത് ദൈവത്തിന്റെ ഉണർവ് വീണ്ടും ഈ രാജ്യത്തിൽ വ്യാപരിക്കുവാൻ. But we pray that God may begin a revival within our hearts even tonight. എന്നാൽ ഇന്ന് രാത്രികാലം നാം പ്രാർത്ഥിക്കണം ആദ്യമായി ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ ഉള്ളങ്ങളിൽ ഒരു ഉണർവ് ഇന്ന് രാത്രികാലം I will finish my message within the time that has been given to me. ഇന്ന് രാത്രികാലം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഇന്ന് രാത്രിയിലത്തെ ദൂത് ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. I want you to please listen this message very carefully. എന്നാൽ ഞാൻ ദയവായി അപേക്ഷിക്കുകയാണ് നിങ്ങൾ ഏവരും അതിശ്രദ്ധയോടെ ഇന്ന് രാത്രിയിലത്തെ ദൈവാലോചന കേൾക്കുക. This is very personal to every one of us. നാം കേൾക്കുന്ന ഏവർക്കും ഇത് വ്യക്തിപരമായി ഇടപെടുന്നതായ ദൈവാലോചനയാണ്. And because God wants to do something within us before God's doing something in our cities and people in our churches. ദൈവം നമ്മുടെ പട്ടണങ്ങളിലും നമ്മുടെ സഭകളിലും പുറമേയുള്ള സ്ഥലങ്ങളിലും എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പായി നമ്മുടെ ഉള്ളങ്ങളിൽ ചില പ്രവർത്തികൾ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. Gospel of Luke chapter 14 verse 18. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. It says like this, the Spirit of the Lord is upon me because he has anointed me to preach the gospel to the poor. He has sent me to heal the broken-hearted, to preach deliverance to the captives, recovering sight to the blind, to set at liberty them who are bruised, to preach the acceptable year of the Lord. ലൂക്കോസ് 4:18 യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാൻ പീഡിതന്മാരെ വിടുവിപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു.
is the manifesto of the ministry of Jesus. യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രഖ്യാപനം അല്ലെങ്കിൽ താൻ എന്ത് ചെയ്തെടുക്കുവാൻ വന്നു അതിന്റെ ഒരു പ്രഖ്യാപനമായിരുന്നു. So Jesus proclaimed this manifesto. He said that the Spirit of the Lord is upon me because He has anointed me to fulfill this manifesto. യേശു ക്രിസ്തു പറയുകയാണ് ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് കാരണം ദൈവത്തിന്റെ ഈ പദ്ധതി നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. This also should be the manifesto of every ministry and every ministers that we are serving the Lord in these last days. ഈ അന്ത്യ കാലഘട്ടത്തിൽ ഓരോ ശുശ്രൂഷകളും ഓരോ ശുശ്രൂഷകന്മാരുടെ ജീവിതത്തിലെ പ്രഘോഷണമായിരിക്കണം പ്രഖ്യാപനമായിരിക്കണം അവരുടെ ശുശ്രൂഷകൾ. Let the Spirit, let the anointing of God be upon each one of our lives and our ministry. ദൈവത്തിന്റെ അഭിഷേകവും ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവും നമ്മൾ ഓരോരുത്തരുടെ ജീവിതങ്ങളിലും ശുശ്രൂഷകളും വ്യാപരിക്കുമാറാകട്ടെ. As I said yesterday, let the glory of God may come and dwell in our nation, and before that it might come upon our personal life. ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ രാജ്യത്തിൽ ആദ്യമായി വന്ന് വസിക്കുന്നതിന് മുമ്പായി നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ ദൈവ മഹത്വം ഇറങ്ങി വരണം. Jesus said, first I have come to preach the gospel to the poor. യേശു ക്രിസ്തു പറഞ്ഞു ആദ്യമേ ഞാൻ കടന്നു വന്നിരിക്കുന്നത് ബദ്ധന്മാരോട് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാനാണ്. The second manifesto Jesus listed here is that He has sent me to preach the broken, to heal the broken hearted. യേശു ക്രിസ്തു പിന്നീട് പറയുന്നത് ബദ്ധന്മാർക്ക് വിടുതൽ അറിയിപ്പാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. God wants us to walk in the fullness of His blessings that God has promised in our lives. ദൈവം നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ നിറവിൽ നടക്കുവാൻ ദൈവം നമ്മളിൽ കൂടെ പ്രതീക്ഷിക്കുകയാണ്. In Ephesians chapter 1 verse 3 say that who has blessed us with every spiritual blessings in heavenly realm with Christ Jesus Christ. ലേഖനം അതിന്റെ 1:3 പറഞ്ഞിരിക്കുന്നു ദൈവം നമ്മളെ സ്വർഗീയ സ്ഥലങ്ങളിൽ ക്രിസ്തു യേശുവിൽ കൂടെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിച്ചിരിക്കുന്നു. Somebody say amen. ആമേൻ പറഞ്ഞാട്ടെ. If we have the spiritual blessing from Jesus, say one more time amen. യേശുവിൽ നിന്ന് ആത്മീയ അനുഗ്രഹങ്ങൾ നാം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ആമേൻ പറയാം. But there is a difficulty that many of the people facing is that many of us are not able to walk in the fullness of that blessings. എന്നാൽ നാം ദൈവസഭയിൽ പലപ്പോഴും കാണുന്ന ഒരു പ്രശ്നം ഒരു വിഷമം പലപ്പോഴും ദൈവജനം ദൈവത്തിന്റെ ആത്മീയ അനുഗ്രഹത്തിന്റെ പൂർണ്ണതയിൽ നടക്കുവാൻ സാധിക്കാതെ പോകുന്നു. Somewhere that something within our spirit which is stopping to receive the fullness of God's blessings. എവിടെയോ എങ്ങനെയോ എന്തുകൊണ്ടോ നമ്മുടെ ആത്മാവിൽ ചിലത് നമ്മുടെ ആത്മാവിന്റെ പൂർണ്ണതയിൽ ആത്മീയ അനുഗ്രഹങ്ങളുടെ പൂർണ്ണതയിൽ നടക്കുവാൻ തടസ്സപ്പെടുത്തുന്നു. Something that may happen in our personal life, in our families, in our ministries. ഒരു പക്ഷേ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ ശുശ്രൂഷയിൽ സംഭവിച്ച എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. Therefore many of the people are having a heart experiences in their heart, therefore they are not able to walk in the fullness of the blessings that God has promised upon their lives. പല വിശ്വാസികളുടെ ജീവിതത്തിൽ മുറിവുകൾ ഏറ്റത് കാരണം ദൈവത്തിന്റെ ആത്മീയ അനുഗ്രഹങ്ങളുടെ പൂർണ്ണതയിൽ നടക്കുവാൻ അവർക്ക് സാധിക്കാതെ പോകുന്നു. Many times we sing songs and worship the Lord, praying, speaking tongues, fall down 10 times, but there are still people who have the bruise and who have the pain and inside of the heart. പലപ്പോഴും ദൈവ സാന്നിധ്യത്തിൽ കടന്നു വന്ന് ഉല്ലസിച്ച് ദൈവത്തെ ഗീതത്തോടെ നൃത്തത്തോടെ ആരാധിക്കുമെങ്കിലും അതിന്റെ നടുവിൽ മുറിവേറ്റിരിക്കുന്ന നീറുന്ന ജീവിതങ്ങളുണ്ട്. But God wants to touch those people tonight and set us free in the name of Jesus. രാത്രികാലം ദൈവം ആ ജീവിതങ്ങളെ സ്പർശിച്ച് അവരെ സ്വതന്ത്രരാക്കുവാൻ ആഗ്രഹിക്കുന്നു. Man is a trichotomy. Man is considered of 3 parts. മനുഷ്യന്റെ വ്യക്തിത്വത്തെ പഠിച്ചു നോക്കിയാൽ 3 ഭാഗങ്ങളാണ് മനുഷ്യനുള്ളത്. Number 1 is a spirit, the second one is soul, and the third one is body. ഒന്നാമത് ആത്മാവ്, രണ്ടാമത് ദേഹി, മൂന്നാമതായി ശരീരം. And we know that when God created man out of dust and He breathed into the nostrils and man became a living soul. വേദവചനത്തിൽ നാം വായിക്കുന്നു ദൈവം മണ്ണ് കൊണ്ട് മനുഷ്യന് രൂപം കൊടുത്ത് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി മാറി. God gave us the spirit so that we can communicate God in the spirit. ദൈവം നമ്മൾക്ക് തന്റെ ആത്മാവിനെ നൽകി തന്നത് അവൻ ആത്മാവാകിയാൽ അവനോട് ആത്മാവിൽ സംസർഗം പുലർത്തുവാനാണ്. And also we have a part called soul. നമ്മൾക്ക് ദേഹി എന്ന് പറഞ്ഞ ഒരു ഭാഗം കൂടിയുണ്ട്. Soul is a part of our mind. അത് മനസ്സിന്റെ ഒരു ഭാഗമാണ്. It's also our heart. അത് നമ്മുടെ ഹൃദയം കൂടിയായി പറയപ്പെടാം. It is also will. അത് നമ്മുടെ ഇച്ഛാശക്തിയാണ്. It's also intellectual. അത് നമ്മുടെ ബുദ്ധിയാണ്. It's also emotion. അത് നമ്മുടെ വികാരങ്ങളാണ്. It's also creativity. അത് നമ്മുടെ ക്രിയാത്മകതയാണ്.
ക്രിയാത്മകമായ It is also സ്വഭാവമാണ്. motivation. അത് നമ്മളെ പ്രചോദനം It is നൽകുന്നതാണ്. also personality. അത് നമ്മുടെ വ്യക്തിത്വമാണ്. It is also subconscious. അത് നമ്മുടെ ഉപബോധ മനസ്സാണ്. These all are part of our soul. ഇതെല്ലാം നമ്മുടെ ദേഹിയുടെ ഭാഗങ്ങളായി But കണക്കാക്കപ്പെടും. we have third part, which is the body. എന്നാൽ മൂന്നാമത്തെ ഭാഗമാണ് നമ്മുടെ ദേഹം അല്ലെങ്കിൽ ശരീരം. And the body has got three functions. ആ ശരീരത്തിൽ കൂടെ മൂന്ന് പ്രയോജനമാണുള്ളത്. Number one, we receive the things. ആദ്യമായി നാം കാര്യങ്ങളെ സ്വീകരിക്കുന്നു. Number two, we react on the things. രണ്ടാമത് കാര്യങ്ങളോട് നാം പ്രതികരിക്കുന്നു. Number three, we express our feelings with the five senses. മൂന്നാമതായി നാം അനുഭവിക്കുന്നതായ കാര്യങ്ങളെ നാം നമ്മുടെ ശരീരത്തിൽ കൂടെ നാം പ്രകടമാക്കുന്നു. When we know that every person is a born again person because the decision that you taken on the basis of your soul is decision. നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ എടുത്ത തീരുമാനം കൊണ്ടാണ് നാം തിരിച്ചറിയുന്നത് നാം വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തിയെന്ന്. Amen. Amen. We all know that we are born again because the soulishness take a decision when they hear the gospel. നാം എല്ലാം വീണ്ടും ജനിക്കപ്പെടുന്നത് സുവിശേഷം കേൾക്കുമ്പോൾ അത് കർത്താവിനെ ഉള്ളിൽ ഏറ്റെടുക്കുമ്പോഴാണ് നാം വീണ്ടും ജനിക്കുന്നത്. You know that when God created man, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ the spirit of man was his master or his king. അവൻ ദൈവത്തിൻ മനുഷ്യന്റെ ആത്മാവായിരുന്നു അവനെ ഭരിക്കുന്നത്.